അവിടെ പത്മ വാശി കാണിച്ചു. പുറത്തുനിന്നും വക്കീലന്മാരെ ഇറക്കി പണം ചെലവഴിച്ചു. അതിന്റെ ഫലം, അതിന്റെ നഷ്ടം എനിക്കാ. എനിക്ക് കിട്ടിയത് ജീവപര്യന്തം. ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി വരുമ്പോ ഇനി ഒരിക്കലും സന്തോഷിക്കാൻ പറ്റാത്ത വിധത്തിൽ പത്മയുടെ കുടുംബത്തെ എനിക്ക് കാണണം. നഷ്ടങ്ങളിൽ വേദനിക്കുന്ന പത്മ എനിക്ക് കാണണം. കണ്ണുനീരിന്റെ അകമ്പടിയോടെ ആ യതി എനിക്ക് കാണണം. അതുകൊണ്ട് കൊല്ലണം. യതീന്ദ്രനും പത്മയും ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളെ തന്നെ കൊല്ലണം. അത് സൂര്യയാണ്. അവനെയാണ് തീർക്കേണ്ടത്. സൂര്യയുടെ മരണവാർത്തയും അറിയിച്ച് നീ എന്റെ മുന്നിലേക്ക് വരാമെങ്കിൽ ആ പരോളിന്റെ ആപ്ലിക്കേഷനിൽ ഞാൻ ഒപ്പിടും. ഞാൻ പുറത്തിറങ്ങും. അല്ലെങ്കിൽ സുദർശനൻ പുറം ലോകം കാണില്ല. എനിക്ക് നിങ്ങളെ പുറത്തിറക്കിയേ പറ്റൂ. നിങ്ങൾ പരോൾ ആപ്ലിക്കേഷനിൽ ഒപ്പിട്ടേ പറ്റൂ. ഒരുപാട് ദിവസമൊന്നും ഞാൻ ചോദിക്കുന്നില്ല. 2-3 ദിവസം മാത്രം. അതിനുള്ളിൽ പത്മയുടെ കുടുംബത്തിൽ നിന്ന് വിലപ്പെട്ട ഒരു ജീവൻ എടുത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തിരിച്ചു വരും. ഇത് സത്യം. മതി മതി, സമയം കഴിഞ്ഞു. നന്ദിനി, താനെന്തൊന്നും മിണ്ടായിരിക്കുന്നേ? എടോ, 2 പേര് ഒന്നിച്ചിങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരാൾ മുഖം വീർപ്പിച്ചിരിക്കാന്ന് പറഞ്ഞാൽ എന്തൊരു ബോറാണെന്നറിയോ? സാർ എന്നോട് സംസാരിക്കണ്ട. അതെന്താ? അതൊന്നും സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാറിന് എപ്പോഴും മനസ്സിനെ വെറുപ്പിച്ചാ മതിയല്ലോ. എടോ, അതിന് ഞാൻ തന്നെ എന്ത് വെറുപ്പിച്ചു നീ പറയുന്നേ? ഞാൻ മിണ്ടാതെ വണ്ടി ഓടിക്കല്ലേ? അതെ, ഇപ്പം മിണ്ടാതിരിക്കുകയാണ്. മിണ്ടാനുള്ളത് മുഴുവനും പത്മ മാഡത്തിന്റെ മുന്നിൽ വെച്ച് മിണ്ടിയല്ലോ. ഓ, അതാണോ കാര്യം? എന്തേ, അതത്ര നിസ്സാരായിട്ടുള്ള കാര്യം? എന്തായിരുന്നു സാറ് കാണിച്ചു കൂട്ടിയത്? എന്തിനായിരുന്നു എന്നെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞു കൂട്ടിയത്? ഞാനാണോ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച പെണ്ണ്? പിന്നെ താൻ മിടിക്കല്ലേ? മിണ്ടരുത്. പാവം പത്മ മാഡോടെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അടുത്ത് വന്നിരുന്നിട്ട് നന്ദിനി നന്ദിനി എന്ന് പറയാൻ തുടങ്ങി. നിർത്താൻ വല്ല ഉദ്ദേശം ഉണ്ടായിരുന്നോ? അമ്മ അകത്തേക്ക് പോയപ്പോ ഞാൻ നിർത്തിയില്ലേ? അതെന്തിനായിരുന്നു എന്നാ ചോദിച്ചത്. മല ചവിട്ടി വന്ന മാല ഊരിയപ്പോ സകല പാപചിന്തകളും മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത്. എന്നിട്ട് ഇതിപ്പോ ഒരുമാതിരി. അയ്യോ നന്ദിനി, എന്റെ മനസ്സിൽ ഒരു പാപചിന്തയില്ല. എന്നും രാവിലെ വന്ന് അമ്മയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോ എവിടെ നിന്നാണെന്നറിയില്ല, ദേഹത്തൊക്കെ ഒരു തരിപ്പങ്ങ് വന്നു കയറും. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറയണം, അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാനം കിട്ടില്ല. അതന്നെ ഞാൻ പറഞ്ഞ. ഇനി ഞാൻ മിണ്ടുന്നില്ല. ഇനി ആവശ്യമില്ലാത്ത കാര്യത്തിന് പത്മ മാഡത്തിനോട് ബഹളം വെച്ച ഞാൻ പിന്നെ ഒരിക്കലും സാറിനോട് മിണ്ടില്ല, അതുറപ്പാ.
അളിയനെന്ത് പറഞ്ഞു? ഒരു മാറ്റവും ഇല്ല. ഏട്ടൻ അതേ തീരുമാനത്തിൽ തന്നെയാ. എന്താ തന്റെ തീരുമാനം? ഞാൻ ഇതുവരെ ഏട്ടനെ അനുസരിച്ചിട്ടില്ലുള്ളൂ. പരോള് ദിവസമെങ്കിലും ഏട്ടൻ തടവറിൽ നിന്ന് പുറത്തിറങ്ങണം. അതിന് വേണ്ടതൊക്കെ ചെയ്യണം. കൊല്ലം തന്നെയാണോ തീരുമാനം? വേറെ മാർഗമില്ലല്ലോ. ഒന്നെങ്കിൽ പത്മ, അല്ലെങ്കിൽ ആ വീട്ടിൽ വില പിടിച്ചൊരു ജീവൻ. അതെടുത്തേ പറ്റൂ. ഈ നിമിഷം മുതൽ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ബൈജുനെ ഒന്ന് വിളിക്കേ. ആരെ? കാലം ബൈജുവിനെയാ? മരണത്തിന്റെ കൊട്ടേഷൻ കാലിനെ തന്നെയല്ലേ ഏൽപ്പിക്കേണ്ടത്? പത്മയ്ക്ക് വേദനിക്കുന്നൊരു മരണം, അത് നടന്നേ പറ്റൂ.